ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നു. അവിടെ ബി.ജെ.പി. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തവും കുന്തവും വീണു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കുമെന്ന് ഒരു വാർത്തയൊക്കെ പരന്നിരുന്നു. പക്ഷേ സ്മൃതി ഇറാനിയെ ഡൽഹിയിലും തേച്ചു. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയോട് തോറ്റ സ്മൃതി ഇറാനിയെ ഇപ്പോൾ ബി.ജെ.പിക്ക് വേണ്ട. ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സ്മൃതി ഇറാനി ചില ബി.ജെ.പി. നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ചതൊക്കെ വലിയ വാർത്തയായി മാറി. ഇപ്പോൾ സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല, അവർക്ക് സീറ്റും ഇല്ലാത്ത ഒരവസ്ഥയാണ്. സ്മൃതി ഇറാനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയിൽ നിന്ന് തഴയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കാലത്ത് മോദിയുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു സ്മൃതി ഇറാനി. മോദിയെ ഒരുപാട് പ്രശംസിക്കുകയും രാഹുൽ ഗാന്ധിയെ ഒരുപാട് അപമാനിക്കുകയും ചെയ്തു സ്മൃതി ഇറാനി. എന്തിന് പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി ഫ്ലെയിം കിസ് നൽകിയെന്ന് വരെ പറഞ്ഞു കളഞ്ഞു സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ ആപ്പിലായി മാറിയിരിക്കുന്നത്. ബി.ജെ.പിയിൽ കറിവേപ്പിലയായി മാറിയിരിക്കുന്നു പഴയ സിനിമാ നടിയും മോഡലും ഒക്കെയായ സ്മൃതി ഇറാനി. കഴിഞ്ഞ അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു. അമേഠിയിൽ നിന്ന് ഒരിക്കൽ കൂടി തന്നോട് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച്. രാഹുൽ ഗാന്ധി ആ വെല്ലുവിളി നേരിട്ട് സ്വീകരിച്ചില്ലെങ്കിലും തൻ്റെ അനുയായിയെ പറഞ്ഞയച്ചു, കിഷോരിലാൽ ശർമ്മയെ. കിഷോരിലാൽ ശർമ്മയ്ക്ക് മുമ്പിൽ സ്മൃതി ഇറാനി 8 നിലയിൽ പൊട്ടി. അതോടെ സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ ജീവിതവും അവസാനിച്ചു. തന്നെ മോദി തഴയില്ല എന്ന് സ്മൃതി ഇറാനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. സ്മൃതി ഇറാനി വിചാരിച്ചിരുന്നു ലോക്സഭയിൽ തോറ്റെങ്കിലും രാജ്യസഭ വഴി തന്നെ MP ആക്കുമെന്നും മന്ത്രിയാക്കുമെന്നും ഒക്കെ സ്മൃതി ഇറാനി പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷകളെല്ലാം പാളിപ്പോയി. മോദിക്ക് ഇപ്പോൾ സ്മൃതി ഇറാനിയെ വേണ്ട. ബി.ജെ.പിക്കും തങ്ങളുടെ ഗ്ലാമർ താരത്തെ വേണ്ട. ഒരു കാലത്ത് ബി.ജെ.പിയുടെ ഗ്ലാമർ താരവും ബി.ജെ.പിയുടെ പെൺസിംഹവും പെൺപുലിയും ഒക്കെ ആയിരുന്നു സ്മൃതി ഇറാനി. പക്ഷേ സ്മൃതി ഇറാനിയെ ഇപ്പോൾ ബി.ജെ.പിക്ക് വേണ്ടാത്ത മട്ടിലാണ്. രാഹുൽ ഗാന്ധിയെ അപമാനിച്ച സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് തോറ്റപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സൈബറിടങ്ങളിൽ പൊങ്കാലയിട്ടിരുന്നു. രാഹുൽ ഗാന്ധിയാണ് അത് വിലക്കിയത്. സ്മൃതി ഇറാനിയെ അധിക്ഷേപിക്കരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രാഹുലിന്റെ മഹത്വം സ്മൃതി ഇറാനി തിരിച്ചറിയുകയായിരുന്നു. രാഹുൽ വലിയൊരു മനുഷ്യനാണെന്ന് സ്മൃതി ഇറാനി തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്ന് സ്മൃതി ഇറാനി വിചാരിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. നദ്ദ അടക്കമുള്ള നേതാക്കളുടെ വസതിയിലൊക്കെ പോയി ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തി. പക്ഷേ ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് ഡൽഹിയിലേക്കുള്ള വഴിയും അടഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്മൃതി ഇറാനിയെ ഡൽഹിയിൽ സ്ഥാനാർത്ഥിയെങ്കിലും ആക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം അത്രമാത്രം സ്മൃതി ഇറാനിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ബി.ജെ.പി. മുമ്പ് സ്മൃതി ഇറാനി ഷോയൊക്കെ കാണിക്കുമ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ കൈയടിച്ചു. രാഹുൽ ഗാന്ധിയെ അവമാനിച്ചുകൊണ്ടൊക്കെ പലതരത്തിലുള്ള ഷോകൾ സ്മൃതി ഇറാനി നടത്തി. അതൊക്കെ എന്താ പറയുക, വെള്ളത്തിൽ വരച്ച രേഖകളായി മാറി. ഇപ്പൊ സ്മൃതി ഇറാനിയെ ബി.ജെ.പിക്ക് വേണ്ട. സ്മൃതി ഇറാനി ആകട്ടെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനവുമായി തേരാപാര നടന്നു.